ഹായ്, റഹീമാണ്. പെസ്കയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരുപാട് കാലമായില്ലേ ഫാമിംഗ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇന്നൊരു ഫിഷ് ഫാമിൻ്റെ വീഡിയോ ആണ്. നമ്മുടെ കൂടെ നമ്മളെ സുഹൃത്തുണ്ട് അലി, അവനുണ്ട്. അപ്പോൾ സ്ഥലം വരുന്നത് എവിടെ വെച്ചാൽ വേങ്ങര കൂരിയാടാണ് കേട്ടോ. വേങ്ങര കൂരിയാട്, അതായത് NH-ൻ്റെ സൈഡിൽ തന്നെയാണ്. ഞാൻ റൂട്ട് കാര്യങ്ങൾ പോകുമ്പോൾ കറക്റ്റ് കാണിച്ചു തരാം. ഡിസ്ക്രിപ്ഷനിൽ ലൊക്കേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഉള്ള ഐറ്റംസുകൾ പിന്നെ ഈ കോഴിക്കാർപ്പ് അങ്ങനത്തെ ഐറ്റംസുകൾ അവിടെ ഉള്ളത് കാര്യമായിട്ട്. അപ്പോൾ ഹോൾസെയിലും റീറ്റെയിലൊക്കെ അവൈലബിൾ ആണ്. എന്തായാലും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അവിടെ തിരിച്ച് ചോദിച്ചറിയാം. അപ്പോൾ നേരെ വിട്ടാലോ. നമ്മൾ ഭയങ്കര ടൗണ് എത്തിട്ടോ. ടൗണിൽ കയറണം. നമ്മൾ കൂരിയാട് ജംഗ്ഷനിൽ എത്താനായിട്ടോ. വേങ്ങൻ്റെ ഒന്ന് പോന്നിട്ട് കൂരിയാട് ജംഗ്ഷനിൽ എത്താനായി. ഇവിടുന്ന് ഇതിപ്പോൾ കയറണത് NH റോഡ് കേട്ടോ. നമ്മൾ നാഷണൽ ഹൈവേ ആണ്. ഇവിടുന്ന് നമുക്ക് വലത്തോട്ടാണ് പോകുള്ളത്. അതായത് ഈ ജംഗ്ഷനാണ് കൂരിയാട്. നേരെ പോയാൽ കക്കാട്, കോട്ടക്കൽ, തൃശ്ശൂർ റോഡ്. വലത്തോട്ട് പിന്നെ കോഴിക്കോട് റോഡാണ്. നമുക്ക് കയറിയ പാടെ എന്താണോ ഇവിടുന്ന് ഇടത്തോട്ട് ഈ റോഡിനാണ് നമുക്ക് പോകാനുള്ളത്. ഓക്കെ, കൂരിയാട് ഓഡിറ്റോറിയം ഉണ്ട്. കൂരിയാട് ഓഡിറ്റോറിയം റോഡ് ചോദിച്ചാൽ ആരും പറഞ്ഞുതരും. അപ്പോൾ നമ്മളെന്തായാലും വേങ്ങര ഫിഷ് ഫാമിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ മറ്റേ കൂരിയാട് ജംഗ്ഷനിൽ ഒരു 300 നമ്മൾ റോഡ് കാണിച്ചാലേ ആ കൂരിയാട് ഓഡിറ്റോറിയം റോഡിൽ നിന്ന് പോന്നിട്ട് ഒരു 300-350 മീറ്റർ പോന്നിട്ടാണ് സൈഡിൽ കാണാം, റൈറ്റ് സൈഡിൽ കാണാം. പിന്നെ ഒരു ഷെഡിലാണ് ഫാമുള്ളത്. അപ്പോൾ എന്തായാലും നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ബാക്കിൽ മുമ്പ് തന്നെ വലിയൊരു കറുപ്പായ ഒരു 2 പോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ കോഴിക്കാർപ്പാണ്. എന്തായാലും പിന്നെ അതേപോലെ പിന്നെ ശനി ഞായറൊക്കെ ആയിട്ട് ഒരു സ്റ്റോക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് സ്റ്റോക്ക് കുറവുണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് ഉള്ളത് ഷൂട്ട് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. എന്തൊക്കെയാണ് റേറ്റും കാര്യങ്ങളും ബാക്കി ഡീറ്റെയിൽസൊക്കെ എന്താ ചെയ്യുക ഉള്ളിൽ പോയിട്ട് ചോദിച്ചറിയാം. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ വലിയൊരു പോണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ടോ. ഇത് ഫുള്ള് കോഴിക്കാർപ്പാണ്. ഒന്നുകൂടെ കൊടുന്നോ. ഇവിടെ പിന്നെ ദാർപ്പായിൻ്റെ ഒരു മൂടലുണ്ടായതുകൊണ്ടേ ഒരു ബ്ലൂ ഷെയ്ഡിലെല്ലാം കാണുന്നത്. അത് ഫുള്ളായിട്ട് കോഴിക്കാർപ്പാണ്. ഇവിടെ മെയിനായിട്ട് ഹോൾസെയിലാണ്. റീറ്റെയിലിംഗ് അങ്ങനെയല്ല. എന്നാൽ റീറ്റെയിലുണ്ട്, പക്ഷേ മെയിനായിട്ട് ഹോൾസെയിലാണ് ഇത് ചെയ്യണത്. ഇത് ഫുള്ള് ആൾ ഇന്ത്യ ചെയ്യുന്നുണ്ട്. കൊറിയറും എല്ലാം റോഡ് വേ, ട്രെയിൻ വേ എല്ലാ മാർഗവും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതേതാ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ജാപ്പനീസ് പാറ്റേൺ ആയിട്ട് വരുന്നതാണ്. അതിൽ 3 ഇഞ്ച് സൈസ് മുതൽ നമ്മളതിൽ 1 ഫീറ്റ് സൈസ് വരെയുണ്ട്. ഓക്കെ, ഇതിനകത്ത് ഇതിപ്പോൾ മെയിനായിട്ട് ഇതുള്ളത് കൊഹോക്കോ റെഡ് ആൻഡ് വൈറ്റ്. ശരിക്കും റെഡ് ആൻഡ് വൈറ്റ് കൊഹോക്കോൻ്റെ ഒരു 3 സ്റ്റെപ്പ് അല്ലെങ്കിലും ഇത് റെഡ് ആൻഡ് വൈറ്റ് കൊഹോക്കോ ആയിട്ട് നമ്മളെ ഒരു ക്വാളിറ്റി ആ ലെവലിൽ ഉള്ളൊരു ഫിഷസാണ്. ഓക്കെ, ഇതിൽ എന്താ കളർ വരുന്നുണ്ട്? റെഡ് വൈറ്റ് പിന്നെ ഇതിൽ ട്രൈ കളേഴ്സ് വരുന്നുണ്ട്. കൊഹോക്കോ, അതുപോലെ തന്നെ ടാൻചോ, പിന്നെ ഷോവ, സാങ്കി അങ്ങനെ വരുന്നുണ്ട്. പാറ്റേൺ 6 വെറൈറ്റീസ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളതിൽ ഇതിൽ സ്റ്റോക്ക് റെഡ് ആൻഡ് വൈറ്റ് ആണ് ഈ ഫോണിലുള്ളത്. 4 ഇഞ്ച് സൈസിൽ നമ്മളതിലെല്ലാം വെറൈറ്റീസ് ഉണ്ട്. അതുപോലെ 3 ഇഞ്ചസിലുണ്ട്. ഡെലിവറി എങ്ങനെ ആൾക്കാരുള്ള ആളിൻ്റെ എങ്ങനെ ചെയ്യണം? ഡെലിവറി നമ്മൾ കൊറിയർ ചെയ്യുന്നത്. നമ്മൾ ഈ അറൗണ്ടിലൊക്കെ നമ്മൾ പിന്നെ വയറോഡായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊറിയർ നമുക്ക് വരുന്നത് ഒരു ബാഗ് ഈ 3 ഇഞ്ചസ് ആകുമ്പോൾ 10 പീസ് കൊറിയർ. അത് 200 രൂപ അതിൻ്റെ കൊറിയർ ചാർജും വരുന്നു. 10 പീസ് ക്വാണ്ടിറ്റി കൂടിയ റേറ്റ് ഒരു മാറ്റം. ആ ബോക്സ് പെർ കേജിനാണ് അത് വരുന്നത് റേറ്റ് വരുന്നത്. ക്വാണ്ടിറ്റി കൂടുന്നതിന് ബോക്സ് സൈസ് കൂടും. ഇത് നോർമൽ സൈസ് ബോക്സ് ആണ്. പിന്നെ ഒരു 30 പീസ് 80 പീസൊക്കെ ആക്കുമ്പോൾ ഒരു വലിയ ബോക്സാണ് വരുന്നത്. 6 കിലോൻ്റെ ബോക്സ് വരും. ഇത് നമ്മൾ 3 കിലോൻ്റെ ബോക്സിലാണ്. അപ്പോൾ ആൾക്കാർ ചെയ്യും, പുറത്തൊക്കെ ചെയ്യുന്നുണ്ടോ? കേരളപ്പുറം നമ്മളുണ്ട്. ഓൾ ഇന്ത്യ ലെവലിൽ ചെയ്യുന്നുണ്ട്. ബൈ ട്രെയിൻ ചെയ്യുന്നുണ്ട്, വയർ ചെയ്യുന്നുണ്ട്. ഇതിൽ നമ്മൾ മെയിനായിട്ട് വരുന്നത് പിന്നെ ആ ഒരു ടൈപ്പ് തന്നെയാണ് ഇപ്പോൾ നമ്മൾ സ്റ്റോക്കിലുള്ള റെഡ് ആൻഡ് വൈറ്റ്. പിന്നെ യെല്ലോ ബട്ടർഫ്ലൈ ഉണ്ട്. യെല്ലോ ബട്ടർഫ്ലൈ ടൈപ്പ് വരുന്നുണ്ട്. ഈ വലിയ പീസ് കൊടുക്കാനുള്ള വലിയ പീസ് നമ്മളെ ബ്രീഡിംഗ് പെയറാണ്. അത് ശരി. ബ്രീഡ് കഴിക്കണം നിങ്ങളിവിടെ? ബ്രീഡ് ഉണ്ടായിരുന്നു, ഇപ്പോൾ തൽക്കാലം സ്റ്റോക്ക് വെച്ചിട്ടുണ്ട്. അത് ശരി.
ഷാർക്ക്, അങ്ങനെ വരുന്ന മറ്റേ കാറ്റ്ഫിഷ്, വിഡോ, സീബ്രാസ്, പ്ലാറ്റി, നോർമൽ പ്ലാറ്റി, ഈ ഗ്രീൻ ഏതാണ്? ഗ്രീൻ ഗ്രീൻ വിഡോ, യെല്ലോ വിഡോ, ഇതിൻ്റെ എല്ലാ കളേഴ്സും ഉണ്ടാകും. സ്റ്റോക്ക് ഉണ്ടാകും, കാലിയായി കിടക്കും.